ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായി തിരുവനന്തപുരം കാട്ടാക്കടയിലെ നെട്ടുകാൽത്തേരിയിലെ തുറന്ന ജയിൽ വളപ്പിലെ 180 ഏക്കർ ഭൂമി കൈമാറാൻ സുപ്രീം കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. ദേശീയ ഫോറൻസിക് സയൻസ് സർവകലാശാല സ്ഥാപിക്കുന്നതിനായി നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ വളപ്പിലെ 32 ഏക്കർ ഭൂമി കൈമാറാനും സുപ്രീം കോടതി അനുമതി നൽകിയിട്ടുണ്ട്. കൂടാതെ ബ്രഹ്മോസ് എയ്റോസ്പേസ് ട്രിവാൻഡ്രം ലിമിറ്റഡിന്റെ വികസനത്തിന്റെ ഭാഗമായി ഭൂമി അനുവദിക്കണമെന്ന DRDO കേരള സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു. അത്യാധുനിക മിസൈലുകൾ നിർമ്മിക്കുന്നതിനും തന്ത്രപരമായ ഹാർഡ്വെയർ നിർമ്മിക്കുന്നതിനുമായി ഒരു യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് DRDO ഭൂമി ആവശ്യപ്പെട്ടിരുന്നു. ബ്രഹ്മോസ് എയ്റോസ്പേസ് ട്രിവാൻഡ്രം ലിമിറ്റഡിനെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ കൊണ്ടുവരാനും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലൊക്കെ കേരളത്തിന് അഭിമാനകരമാവുകയാണ് സുപ്രീം കോടതിയുടെ ഈ ഭൂമി കൈമാറ്റം ചെയ്യണമെന്നുള്ള വിധി. നെട്ടുകാൽത്തേരിയിലെ തുറന്ന ജയിൽ നിലവിൽ 457 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇതിൽ 200 ഏക്കർ ജയിൽ പ്രവർത്തനങ്ങൾക്കായി നിലനിർത്തും. ബാക്കി 257 ഏക്കർ 3 പദ്ധതികൾക്കായി കൈമാറും. ഭൂമി തുറന്ന ജയിലിൽ ഉൾപ്പെടുന്നതിനാൽ ഏത് കൈമാറ്റത്തിനും സുപ്രീം കോടതി അനുമതി ആവശ്യമായിരുന്നു. കേരള സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിലർ നിജയ് രാജൻ സോങ്കർ ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെയാണ് ഹാജരായത്. കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് 3 പദ്ധതികൾക്കും ഭൂമി കൈമാറ്റം ഉടൻ നടക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയുടെ അഭിമാന പദ്ധതിയാണ് ബ്രഹ്മോസ് മിസൈൽ. ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് അന്തർവാഹിനികൾ, കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, കരയിലെ മൊബൈൽ ലോഞ്ചറുകൾ എന്നിവയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. നിലവിൽ പ്രവർത്തനത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകൾ ഒന്നാണിത്. റഷ്യയും ഇന്ത്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിലെ നിർണായക ശക്തിയുമായിരുന്നു. സ്വാശ്രയത്വം, തന്ത്രപരമായ ദീർഘവീക്ഷണം, തദ്ദേശീയ സാങ്കേതിക ശക്തി എന്നിവയിലൂടെ തലയുയർത്തി നിൽക്കാനുള്ള രാജ്യത്തിന്റെ കഴിവിന്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു ബ്രഹ്മോസിന്റെ വിജയം. ഉയർന്ന കൃത്യത ഉറപ്പാക്കുന്ന അഡ്വാൻസ്ഡ് ഗൈഡൻസ് സംവിധാനവും സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയുമുള്ള ബ്രഹ്മോസ് മിസൈൽ കര, കടൽ, ആകാശം, അന്തർവാഹിനികൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വിക്ഷേപിക്കാൻ കഴിയുന്ന തരത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും അഥവാ DRDOയും റഷ്യയുടെ NPO മഷിനോസ്ട്രോയേനിയയും ചേർന്നുള്ള സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് ആണ് മിസൈൽ നിർമ്മിക്കുന്നത്. ഫിലിപ്പീൻസിന് തീരാധിഷ്ഠിത കപ്പൽ മിസൈൽ സംവിധാനത്തിനായി ബ്രഹ്മോസ് കയറ്റുമതി ചെയ്യുന്നതിനുള്ള ചരിത്രപരമായ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട്. എന്നാലും ഇത്തരം ഒരു ഘട്ടത്തിലാണ് തിരുവനന്തപുരത്തേക്ക് കള്ളിക്കാട് ഗ്രാമത്തിലേക്ക് ഇന്ത്യയുടെ അത്യാധുനിക മിസൈൽ നിർമ്മാണ യൂണിറ്റ് വരുന്നത്. ഇത് കേരളത്തിന് സമ്പൂർണമായ തലത്തിൽ പ്രയോജനപ്പെടും. അത് ഏതൊക്കെയൊന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം ആസ്ഥാനമായുള്ള ബ്രഹ്മോസ് യൂണിറ്റ് ഉണ്ട്. ബ്രഹ്മോസ് എയ്റോസ്പേസ് ട്രിവാൻഡ്രം ലിമിറ്റഡ് എന്നാണ്, BTAL എന്ന് അറിയപ്പെടും. ഇതിനകം തന്നെ ഈ BTAL മിസൈൽ ഘടകങ്ങൾ നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന അഥവാ DRDOയുടെയും റഷ്യയുടെ NPO ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഷിനോസ്ട്രോനിയനിയുടെയും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പൂർണ്ണ ഉടമസ്ഥയിലുള്ള ഉപസ്ഥാപനമാണ് ഈ ബ്രഹ്മോസ് എയ്റോസ്പേസ് തിരുവനന്തപുരം ലിമിറ്റഡ്. ബ്രഹ്മോസിന്റെ പുറം കേസിംഗുകൾ, കണ്ടെയ്നർ യൂണിറ്റുകൾ, എയർബോൺ ലോഞ്ചറുകൾ, ഇന്റഗ്രേഷൻ യൂണിറ്റുകൾ എന്നിവയൊക്കെ നിർമ്മിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ ബ്രഹ്മോസ് മിസൈൽസ് നിർമ്മാണ യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ അത് സാമ്പത്തിക, സാങ്കേതിക, തൊഴിൽ മേഖലയിൽ തന്ത്രപരമായ മേഖലകളിലുമൊക്കെ കേരളത്തെ അത് സഹായിക്കും. ഈ വിപുലീകരണത്തോടെ യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തിന് ഒരു പ്രധാന മിസൈൽ നിർമ്മാണ കേന്ദ്രമായി മാറാൻ കഴിയും. തന്ത്രപരമായ പ്രാധാന്യം, വളരെയധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ, ഹൈടെക് വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കൊക്കെ തിരുവനന്തപുരം ഒരു വേദിയാകും. ഫാക്ടറി ജോലികൾ മാത്രമല്ല, ഉയർന്ന വൈദഗ്ധ്യമുള്ള ജോലികളും അഥവാ എയ്റോസ്പേസ് എഞ്ചിനീയർമാർ, ഇലക്ട്രോണിക്സ് ആൻഡ് എംബഡഡ് സിസ്റ്റംസ് സ്പെഷ്യലിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയ വളരെയധികം സാങ്കേതിക വൈദഗ്ധ്യം വേണ്ടുന്ന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് സാധാരണയായി പോകുന്ന ഉയർന്ന ശമ്പളമുള്ള, ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രതിരോധ ജോലികൾ സത്യത്തിൽ കേരളത്തിന് ലഭിക്കാൻ പോവുകയാണ്. കേരളത്തിലേക്ക് കൂടുതൽ കേന്ദ്ര നിക്ഷേപം ഉണ്ടാകും. സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള കേരളത്തിന്റെ ഏറ്റവും വലിയ പരാതികളിൽ ഒന്ന് ആവശ്യത്തിനുള്ള പണം നൽകുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ മാറും. പ്രതിരോധ പദ്ധതികൾ കൊണ്ടുവരുന്നതിലൂടെ കേന്ദ്ര സർക്കാരിൽ നിന്ന് നേരിട്ടുള്ള ധനസഹായം, അടിസ്ഥാന സൗകര്യ നവീകരണങ്ങൾ, അതായത് റോഡുകൾ, യൂട്ടിലിറ്റികൾ, സുരക്ഷാ സൗകര്യങ്ങൾ, സ്ഥിരമായ പ്രവർത്തന നിക്ഷേപം എന്നിവയൊക്കെ കേരളത്തിന് ലഭ്യമാക്കും. SSB ബറ്റാലിയൻ ആസ്ഥാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ദീർഘകാല ആവശ്യമാണ്. കേരളത്തിൽ ഇത് സ്ഥാപിക്കുന്നത് സംസ്ഥാനത്ത് കേന്ദ്ര സേനയുടെ സ്ഥിര സാന്നിധ്യം ഉറപ്പാക്കുകയും ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇതിലൂടെ ദേശീയ സുരക്ഷയിൽ കേരളത്തിനൊരു നിർണായക പങ്ക് വരികയാണ്. സാധാരണഗതിയിൽ സേവനങ്ങൾ നൽകുന്നതിലൂടെയും ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ മാത്രം സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തിയിരുന്ന കേരളത്തിൽ അത്തരത്തിലൊരു ചട്ടക്കൂടിന് പകരം കേരളം ഇത്തരത്തിലൊരു നിർണായക പ്രതിരോധ ശക്തിയായി മാറും. പ്രതിരോധ ഗ്രേഡ് അടിസ്ഥാന സൗകര്യ പ്രധാനമുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറും.
കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഊർജ്ജമാണ് മറ്റൊന്ന്. സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാൻ ഇതിലൂടെ സഹായിക്കും. കേരളം നിലവിൽ പ്രധാനമായും ആശ്രയിക്കുന്നത് റെമിറ്റൻസ്, ടൂറിസം സേവനങ്ങൾ, ഗൾഫ് കുടിയേറ്റം എന്നിവയിലൂടെ ലഭ്യമാകുന്ന പണമാണ്. ബ്രഹ്മോസിന്റെ ഒരു നിർമ്മാണ യൂണിറ്റൊക്കെ കേരളത്തിലേക്ക് എത്തിയാൽ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളതാക്കും. ബ്രഹ്മോസ് ഇതിനകം തന്നെ ഒരു കയറ്റുമതി മിസൈൽ സംവിധാനമാണ്. അത്തരത്തിൽ ഉൽപാദനം വർദ്ധിച്ചാൽ കേരളം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ശൃംഖലയുടെ ഭാഗമാകും. വിദേശ പ്രതിരോധ കരാറുകൾ വരും. ഇതിലൂടെ പരോക്ഷ വരുമാനം കേരളത്തിലുണ്ടാകും. ഇതിലൂടെ ലഭിക്കുന്ന പണം കൊണ്ട് പ്രാദേശിക വികസനവും സാധ്യമാകും. ദീർഘകാല ഹൈടെക് സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കപ്പെടും. കേന്ദ്ര സംസ്ഥാനം തന്ത്രപരമായ ഒരു സഹകരണം ഇതിലൂടെ മെച്ചപ്പെടും. ഒരു കേരളത്തിലെ എലൈറ്റ് പ്രതിരോധ നിർമ്മാണ തലത്തിലേക്ക് പരിവർത്തനം ചെയ്യാനും ഈ പുതിയ പ്രൊജക്ടിലൂടെ സഹായിക്കും. ചുരുക്കത്തിൽ വളരെ തന്ത്രപരവും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവുമായ വളരെയധികം ദേശീയ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമായി മാറാൻ ഈ ബ്രഹ്മോസ് യൂണിറ്റ് കേരളത്തിൽ വന്നാൽ അതിലൂടെ കേരളത്തിന് സാധിക്കുമെന്നുള്ളിടത്താണ് കേരളം പൂർണ്ണമായും അർത്ഥത്തിൽ രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളത്. അതായത് കേന്ദ്രത്തിന്റെ ഒരു പദ്ധതി കേരളത്തിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും ഉത്തരവാദിത്തം അതിന് നയതന്ത്രപരമായ, അതിന് പ്രതിരോധ മേഖലയിൽ, അതിന്റെ വികസനത്തിൽ, അതിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെയൊക്കെ ഭാഗമായി കേരളത്തിന് തീർച്ചയായും അതിൽ പ്രാധാന്യം ഉണ്ടാകും. ആ അർത്ഥത്തിൽ ബ്രഹ്മോസ് കേരളത്തിലേക്ക് എത്തുന്നതിലൂടെ അടുത്തൊരു 100 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ കേരളത്തിന് കണക്കുകൂട്ടാൻ സാധിക്കുമെന്നതാണ്.